മനസ്സിലാവുന്നില്ല. ഇയാളെന്താ ഇവിടെ നിന്ന് കാണിക്കുന്നത്? കണ്ടോ ആ മലമുകളിൽ എന്തോ ഒരു സാധനം പട്ടുവായി, അതിനെന്തോ ഒരു കാരണം ഉണ്ടാവുമല്ലോ. ഇപ്പൊ ശരിക്കും കാണാം ഇതെന്ത് സാധനം. ഗസ് അവിടെ പോയി കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, വണ്ടി എടുക്കും. ഏത് മലയിൽ കൂടിയും കയറാൻ വേണ്ടിയാണ് ഈ വണ്ടി തന്നെ ഞാൻ വന്നത്. പക്ഷെ അത് കുറച്ച് വലിയ മലയാണെന്ന് തോന്നുന്നത്. നമ്മളിപ്പോ നിൽക്കണേക്കാൾ വലിയ അത് ട്രാവലേഴ്സ് ഒക്കെ ഇതുവഴി പോകാൻ സ്ഥലം. പക്ഷെ ബൈനോക്കുലർ വെച്ച് നോക്കിയാൽ അത് കാണാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് പോകേണ്ട വഴി അങ്ങോട്ട് പോയി ഇടണ്ടല്ല. ഓക്കെ, ഇപ്പൊ വഴി കറങ്ങിപ്പോ. എന്റെ കണക്കുകൾ ശരിയാണെങ്കിൽ ഇതുവഴി ഒരു വഴിയുണ്ട്. പക്ഷെ ഇവിടുത്തെ വഴി കുറച്ച് മോശമാണ്. ഇനി ആ മല കയറണല്ലോ. ഇതിന്റെ മേളാണുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വഴിയില്ല. നമ്മൾ വഴി ഉണ്ടാക്കി വേണം പോകാൻ വേണ്ടിട്ട്. എന്താ പുലിയാ? വലിയ പുലി. നമ്മൾ ടോപ്പിലേക്ക് എത്തിയടാ. അതെ, നമ്മൾ ആ ബൈനോക്കുലറിൽ കണ്ട സാധനം. സോ ഫൈനലി ഹിയർ വി ആർ. നമ്മൾ ലക്ഷ്യസ്ഥാനത്ത്. പുലി എവിടെ? നമ്മളെ കണ്ടുപിടിച്ചോളി. അത് വിട്. ഇതെന്താണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. കണ്ടുപിടിക്കാം. എന്താ ചില്ല് കൂടാര? ഇത് ഇവിടുത്തെ ഒരു അനോമലിയാണ്. ഐ മീൻ, ഒരു കാടാകുമ്പോ അവിടെ കുറച്ച് മൃഗങ്ങള്, പുല്ല്, കാട്, മരമൊക്കെ അല്ലേ വേണ്ടത്. ഈ സ്ഥലമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഈ സാധനം എങ്ങനെ ഇവിടെ വന്നത്? ഒരു വഴി പോലും ഇല്ലാത്ത ഈ സ്ഥലത്ത് ഇവിടെ എങ്ങാനും കാണാനില്ല. അതിന് മേലെത്ര ഇൻട്രസ്റ്റ്. ഒരാൾക്ക് അകത്ത് കയറി നിൽക്കാനുള്ള സ്ഥലം പോലെ. ഇതെന്താ മേളിലേക്കും താഴത്തേക്കും? ഇതെന്താ ലിഫ്റ്റോ? നിൽക്കുന്നവിടെ അണ്ടർഗ്രൗണ്ടിലേക്കുള്ള പാസേജ് ആണെങ്കിലും upgrade menu. Get to 2-star wanted level and escape only by running to upgrade your speed. No vehicles. What? അതായത് നമ്മുടെ സ്പീഡ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ 2-star പോലീസിനെ എഴുതിയിട്ട് ഓടി രക്ഷപ്പെടണമെന്ന്. വണ്ടി ഉപയോഗിക്കാനേ പാടില്ലെന്ന്. ഓടാ, അങ്ങനെ സ്പീഡ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? അതിന് വേണ്ടിയുള്ള ഒരു മെഷീൻ ആണെന്ന് തോന്നുന്നത്. പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2-star പോലീസിനെ വെച്ചിട്ട് വണ്ടിയിൽ രക്ഷപ്പെടാനേ പാടാ. അപ്പൊ എങ്ങനെയാണ് ഓടി രക്ഷപ്പെടുന്നത്? ഇതെന്തോ ഉടായിപ്പ. പക്ഷെ സ്റ്റിൽ ഇങ്ങനെ ഒരു സാധനം ഇവിടെ വരാൻ വേണ്ടി അതാണ് എന്റെ ഒരു ഡൗട്ട്. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരേ ഒരു വഴിയുള്ളൂ. അവര് പറഞ്ഞ ആ ടാസ്ക് ട്രൈ ചെയ്ത് നോക്കാം. അല്ല, ആ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കുവാണെങ്കിൽ തന്നെ അത് കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് വന്നു. എന്തായാലും ഇന്നത്തെ ദിവസം ഫുള്ള് നമ്മൾ ഫ്രീ ആ. ഇതൊക്കെ ചെയ്ത് നോക്കാൻ വേണ്ടി നമുക്ക് സമയമുണ്ട്. സോ ആദ്യമേ 2-star പോലീസിന് എത്തണം. അതിന് ഏറ്റവും എളുപ്പമുള്ള സ്ഥലം പോലീസ് സ്റ്റേഷൻ. നമുക്ക് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. വണ്ടി എന്താ കൺട്രോളില്ലാതെ പോണേ. ഓക്കെ, നമ്മള് പോലീസ് സ്റ്റേഷനടുത്തേക്ക് എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞ ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. എവിടെയെങ്കിലും ഒരു ക്രൈം ചെയ്താൽ പോലീസ് വന്നേനെ. പക്ഷേ 2-star ഒറ്റയടിക്കാൻ വേണ്ടി ഇതാണ് പറ്റിയ സ്ഥലം. ഫ്രണ്ടിൽ തന്നെ പോലീസ് ഇപ്പുണ്ടല്ലോ. ഓക്കെ, ഇറങ്ങി. 1-star ആയിരുന്നു പിന്നെ കുഴപ്പമില്ല. 2-star ആണ്. 2-starൽ ചിലപ്പോ അവന്മാര് ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി സാധ്യതയുണ്ടെന്ന്. ഓക്കെ, 2-star ആക്കാൻ വേണ്ടി അവിടെ ഇങ്ങനെ പോലീസിനെ കണ്ടു പോയി ഒരെണ്ണം കൊടുത്താലോ. ക്ലോസ് റേഞ്ച് ആയി പോകും. അവന്മാരെ പിടിക്കും. വേറെ വഴി ആയിക്കോട്ടെ. ഐഡിയ സെർച്ച് ഇത് മതി. നൈസായിട്ട് ഈ ബോംബ് എടുത്ത് സ്റ്റേഷനിലേക്ക് അറിയാം. അപ്പൊ പോലീസ് വരും. പെട്ടെന്ന് ഓടാം. അത് വഴിപോക്കനാണ്. ഓക്കെ, എന്താ പിടിച്ചോ? ഓക്കെ, പിടിച്ചു ഓടിക്കോ. അയ്യോ, 2 പോലീസ് പിടിക്കാതാ. വണ്ടി എടുത്ത് രക്ഷപ്പെടാനില്ല. ഓടി രക്ഷപ്പെടണം. എങ്ങോട്ട് ഓടും? കണ്ട 2-star പോലീസ് ഒറ്റടിക്കും. ഇത് നമുക്കുള്ള പണിയാ. നോ പ്രോബ്ലം. ഓക്കെ, അങ്ങനെ വെടി കൊണ്ട് നമ്മൾ ആശുപത്രിയിൽ നിന്ന് വന്നടാ. ഇതത്ര എളുപ്പമല്ലായിരിക്കുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ എന്നാലും 5 സെക്കൻഡ് 10 സെക്കൻഡ് കൊണ്ട് പോകുമ്പോൾ നമ്മൾ വെടിവെച്ചിട്ടേ 2-star പോലീസുള്ള പോലീസ് രക്ഷപ്പെടാൻ കുറച്ച് പാടാ. ഇത്ര കണ്ണൊക്കെ അഴിച്ച് പഠിപ്പിച്ചോണ്ടായി. ഓക്കെ, വീണ്ടും നമ്മുടെ പോലീസ്